വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അപ്പം എല്ലാവരും ഈ വോയിസ് നേരത്തെ കേട്ട് കാണും. ഞാനും എന്റെ വീഡിയോ വെച്ചിരുന്നു, പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഇതിനകത്ത് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. ഇതിന്റെ പേരിൽ പിഷാരടിയെ ട്രോളുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അവർക്ക് രാഷ്ട്രീയമുണ്ട് അതിൽ. ആ രാഷ്ട്രീയം വെച്ച് കളിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറയൂ. ഇത് എനിക്ക് മനസ്സിലായത് ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഈ പറയുന്ന ശ്വേതാ മേനോനും ഈ പിഷാരടിയും അവർ തമ്മിൽ അത്രയും സംസാരിക്കാനുള്ള ഒരു ബോണ്ട് അവരിൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. ഇവരെല്ലാം ഒരേ ഫീൽഡിലുള്ളവരാണല്ലോ. അപ്പൊ അത്രയും കൂട്ടുകെട്ടുള്ളവരാണ്. അപ്പൊ അവര് തമ്മിൽ സംസാരിച്ചു. ആ സംസാരിച്ചത് ഒരു പ്രതികാരം എന്ന രീതിയിൽ ഈ വോയിസ് ശ്വേതാ മേനോനായിരിക്കുമല്ലോ പുറത്തു വിട്ടത്. അപ്പം ഇത് പുറത്തു വിട്ടു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് പിഷാരടിയെ എങ്ങനെയെങ്കിലും കുരുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ഈ ലക്ഷ്യമെല്ലാം വിഫലമായി എന്ന് ഞാൻ പറയൂ. കാരണം പിഷാരടിയാണ് കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സുഹൃത്ത് ഏത് രീതിയിലുള്ള ആളാണ് എന്ന് നമുക്കങ്ങനെ കിഴിഞ്ഞൊന്നും നോക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അവരിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ. പക്ഷെ ഇത് ആ വിശ്വാസ വഞ്ചന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇവിടെ ശ്വേത നടത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒന്നുകിൽ ഈ വോയിസ് ശ്വേതാമേനം വെളിവിടണം, അല്ലെങ്കിൽ ഈ പറയുന്ന പിഷാരടി വെളിവിടണം. ഇപ്പൊ ഇവർ രണ്ടും വെളിവിട്ടില്ലെങ്കിൽ ഈ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിരിക്കണം. അങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പോയി പരാതി കൊടുക്കണം. എന്തായാലും അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതെന്തായാലും പിഷാരടി വെളിവിടത്തില്ല. എന്തായാലും പിഷാരടിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട്. അപ്പം ഇത് ശ്വേതാമേനന്റെ കയ്യിൽ നിന്ന് പോയതായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാമെന്നല്ല, 100% അതിനാണ് ചാൻസ് കൂടുതൽ. എന്താണെങ്കിലും ഈ വോയിസ് വെളി വന്നതോടുകൂടി നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ഫ്രണ്ട്ഷിപ്പാണ് എന്തൊക്കെന്ന് പറഞ്ഞാലും അവരവരുടെ നിലനിൽപ്പ് വരുമ്പോൾ അവര് ഇതെല്ലാം എടുത്ത് പ്രയോഗിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിശ്വാസവഞ്ചനയാണ് ഇവിടെ ഈ പറയുന്ന ശ്വേത കാണിച്ചിരിക്കുന്നത്. ഇതിൽ ബീന ആന്റണി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പിഷാരടി ജയിച്ചപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ചിത്രം പങ്കുവെച്ച ശ്വേതാ മേനോൻ സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടത് വിശ്വാസവഞ്ചനയാണെന്ന് ബീന ആന്റണി. ഉറപ്പായിട്ടും ഇതൊരു വിശ്വാസ വഞ്ചന തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് വെളിയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അഡോ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഈ പറയുന്ന പിഷാരടി ആയിരുന്നു. പിഷാരടി അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് ഫോൺ സംഭാഷണം നമ്മൾ കേട്ടതാണ് ശ്വേതയുമായിട്ട് സംസാരിക്കുന്നത്. അതിനകത്ത് ശ്വേതയോട് പറയുന്നുണ്ട്, ഈ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കാൻ ഇനിയും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് ഇനിയും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കണക്ക് ശരിയല്ലാത്തതുകൊണ്ട് ആ കണക്ക് ശരിയാക്കാൻ വന്നതാണെന്ന് സമൂഹം പറയും, അവര് നിങ്ങളെ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഗണേഷ് കുമാർ ആണെങ്കിലും ഇവരെല്ലാം കമ്മിറ്റി കഴിഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് പറയുന്നുണ്ട്, ശ്വേതാ മേനോനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ഗുരുപൊട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ ശ്വേതാ മേനോൻ ഇതെടുത്ത് വെളിയിൽ ഇട്ടത്. അഡോ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം ഈ പറഞ്ഞ പിഷാരടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ രാജി തന്നെയാണ്. 15 ദിവസം കഴിയുമ്പോൾ ഇത് എന്റെ രാജിയല്ലെന്ന് പറഞ്ഞ് ഞാൻ വരില്ല. ശ്വേതാ മേനോനെ പരിഹസിച്ച രമേശ് പിഷാരടി. അപ്പം ഇതെല്ലാം ഇതിനൊരു മൂല്യ ഘടകമാണ്. ഇതെല്ലാം ശ്വേതാ മേനോൻ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. ശരിയാണ്, ശ്വേതാ മേനോൻ ഈ മാധ്യമങ്ങളിൽ മൊത്തവും എന്ന് പറഞ്ഞ എന്താണ്, എനിക്ക് കമ്മിറ്റിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു, ഞാൻ അമ്മയുടെ പ്രാഥമിക അംഗത്വം വരെ രാജിവെക്കുന്നു, എനിക്കൊരു ബൊമ്മയെ പോലെ ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വാച കസർത്തൊക്കെ നടത്തിയിട്ടാണ് രാജി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷെ 15 ദിവസം 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല, എന്നെ എങ്ങനെയെങ്കിലും അകത്ത് കയറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു ഈ പറയുന്ന ശ്വേതാ മേനോന്റെ പ്രകടനങ്ങൾ. നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അതിന്റെ ഒരു വൈരാഗ്യം തീർത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം പിഷാരടി കൂടുതലും നർമ്മം ചേർത്ത് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ എല്ലാരും പറഞ്ഞത് പിഷാരടി അതിനകത്തുനിന്ന് ചിരിക്കുന്നതൊക്കെ എന്നൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ, ഈ സംസാരത്തിനിടയിൽ ചിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടാണല്ലോ ചോദിക്കുന്നത് ഭർത്താവ് വന്നിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പലരും പറയുന്നത് ഒരു കോഴിത്തരമാണ് എന്നുള്ളതാണ്. ഒരിക്കലും അതൊരു കോഴിത്തരമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ബോണ്ടിങ് അവരിൽ ഉണ്ടായിരുന്നു. പിഷാരടി കൂടുതലും ശ്വേതയെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഈ വിശ്വാസ വഞ്ചനയായി മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ശ്വേതാ മേനോന് തോന്നി, എന്റെ കൂടെ ഇപ്പോൾ ഈ പറയുന്ന പിഷാരടി ഉൾപ്പെടെ ഉള്ളവർ നിൽക്കുന്നില്ല, അവരെന്നെ
അമ്മയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ വരുന്നതിനെതിരെ ഇവർ ചരട് വലിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. എന്നാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വകാര്യമായി സംസാരിച്ച വിഷയങ്ങൾ എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തത്. എന്തായാലും ഇത് അങ്ങനെയാണല്ലോ ഇത് പോയത്. അപ്പം ബീന ആന്റണി പറഞ്ഞതിൽ തെറ്റില്ല. ബീന ആന്റണി പറയുന്നുണ്ടല്ലോ ഇതൊരു വിശ്വാസവഞ്ചനയാണെന്ന്. ശരിക്കും വിശ്വാസവഞ്ചന. ഈ പറയുന്ന ഒരാളുടെ ഫോൺ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെണ്ടിത്തരമാണ്. ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരെ വിളിക്കുന്നു, എല്ലാവരെയും നമ്മൾ വിളിക്കാറുണ്ട്. അവര് നമ്മളുടെ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മഹാ തെണ്ടിത്തരമാണ്. നമ്മളറിയാതെ നമ്മുടെ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയൊരു തെണ്ടിത്തരം ഇല്ല. സത്യത്തിൽ ശ്വേതാ മേനോനോട് ഇനി ആരെങ്കിലും സംസാരിക്കുമോ? എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കുമോ ഫോണിൽ കൂടി? മറ്റൊന്നുമല്ല, ശ്വേതാ മേനോൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാ വിഷയങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാമല്ലോ. എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം ഈ പറയുന്ന ശ്വേതാ മേനോന് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ശ്വേതാ മേനോനോട് ആരെങ്കിലും ഇത്രയും കൂട്ടുകാരായിട്ടുള്ള വേറെ ആൾക്കാർ കാണും, അവരെല്ലാം സംസാരിച്ചിരിക്കാം. അപ്പൊ അവർക്കെല്ലാം ഇനി ശ്വേതാ മേനോനെതിരെ സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് സംസാരിക്കാൻ ഒന്ന് പേടിക്കും. ഇനി ഞാൻ സംസാരിച്ചതെങ്ങാനും വെളിയിലെടുത്ത് കൊടുക്കുമോ എന്നുള്ളത്. അമ്മാതിരി പണിയല്ലേ ശ്വേതാ മേനോൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ശ്വേതാ മേനോൻ ചതിക്കും എന്നുള്ളത് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പാ പിഷാരടിക്ക് കിട്ടിയത്, അടിപൊളി ഫ്രണ്ട്ഷിപ്പാ. എന്താണെങ്കിലും അവരുടെ കാര്യം വന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? ഈ പറയുന്ന പിഷാരടിയെ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. ആ സംസാരത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇവർ തമ്മിലുള്ള ബോണ്ടിങ് നല്ല ബോണ്ടിങ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, മറുവശത്തിരിക്കുന്ന ആൾ ഈ പറയുന്ന പിഷാരടിയെ ചതിക്കുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ പിഷാരടി ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം പിഷാരടിയെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത ആളാണ് ഈ പറയുന്ന ശ്വേതാ മേനോൻ. അപ്പം ഇതൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരെ കൂടുതൽ പേരും പറയുന്നുണ്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് പബ്ലിക്കിൽ വന്ന് ഉമ്മ കൊടുത്ത ആളാണ് ഈ പറയുന്ന ശ്വേതാ മേനോൻ, എന്നിട്ടാണോ ഈ വോയിസ്. അപ്പം ഇവർ തമ്മിൽ അത്രയ്ക്ക് നല്ല ബോണ്ടിങ് ആയിരുന്നുള്ളത് സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ശ്വേതാ മേനോൻ ഇത് പുറത്തു വിട്ടതോടെ ശ്വേതാ മേനോന് തന്നെയാണ് പണി കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രിയങ്ക, അറിയാലോ, ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രിയങ്ക, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ ഈ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്ന സമയത്ത് ഈ അൻസിബയുടെ വിഷയം വന്നപ്പം ടിനി ടോം ആണെങ്കിൽ പത്രസമ്മേളനത്തിൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും, ഞാൻ വിളിച്ചു വരുത്തിയതൊന്നുമല്ല, ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പ്രിയങ്കയെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. ഞങ്ങൾക്ക് ടിനി ടോമിനെ എനിക്ക് ഇത്രയും വർഷമായിട്ട് അറിയാം, ടിനി ടോം ഇതുവരെ അങ്ങനെയൊന്നും ആരോടും സംസാരിച്ചിട്ടില്ല, ഇത് മറ്റുള്ള ഇതിന് വേണ്ടിയിട്ട് ടിനി ടോമിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ഘോരം വന്ന് പ്രസംഗിച്ചു. ഈ പ്രിയങ്ക എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ നമ്മൾ ഈ ഫേസ്ബുക്കിലെ കമന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് തന്നെ ആൾക്കാർ പറയുന്നുണ്ട് 4-5 സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ അഭിനയിക്കും, അല്ലെ 10 സിനിമയിൽ അഭിനയിച്ചിരിക്കും. വലിയ റോളൊന്നും അല്ലായിരിക്കും, ചുമ്മാ സൈഡിൽ നിന്ന് വന്നിട്ട് പോകുന്ന റോളൊക്കെ ആയിരിക്കും. അപ്പം ഇതൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടിയായല്ലോ, അതിപ്പോ എങ്ങനെ ആയാലും നടിയായി. അപ്പം എന്തും പറയാം. ഈ നടികളുടെ ഒക്കെ വിവരമൊക്കെ വിചാരിച്ച് ഞങ്ങൾ വലിയ നടികളാണ് എന്നുള്ളൊരു വിചാരമുണ്ട്. ഞാൻ നോക്കിയിട്ട് ഈ അമ്മ എന്ന ഈ AMMയിലുള്ള ഈ മുൻനിര നായികമാരെയും ഒഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നായികമാരെന്ന് പറയാൻ ഇവിടെ വലിയ പബ്ലിസിറ്റിയിൽ നിൽക്കുന്ന നായികമാരൊന്നും ഇപ്പൊ അതിനകത്ത് ഇല്ല. അപ്പം സിനിമയിലെ സൈഡ് റോളൊക്കെ അഭിനയിച്ചു പോകുന്ന നടിമാരാണ് കൂടുതൽ ഈ MMA ഉള്ളത്. വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നടക്കുന്നു, അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്, അവർക്ക് നല്ല രീതിയിലാണെന്ന് പറഞ്ഞാണ് ഇവരെല്ലാം അംഗത്വം എടുത്തത്. കഴിഞ്ഞ ദിവസം തന്നെ പാർവതിയും രേവതിയും ഇതിനകത്ത് നിന്ന് റിസൈൻ ചെയ്തു. എന്താണ് കാര്യം? ഇതല്ലാന്നാ പറയുന്ന കാര്യം. ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്മിറ്റിയിലേക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മാറുന്നത്. ഇനിയും ഇതിനകത്ത് നിന്ന് കൊഴിഞ്ഞു പോകലുകൾ ഒരുപാട് ഉണ്ടാകുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രിയങ്കയുടെ കാര്യമാണ്. അപ്പൊ പ്രിയങ്ക കഴിഞ്ഞിടയ്ക്ക് ഒരു ചാനലുകാർ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് പ്രിയങ്ക ഉത്തരം പറയുന്നുണ്ട്. ആ ഉത്തരവും ഈ ശ്വേതാ മേനോൻ അന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന പോസ്റ്റും തമ്മിൽ നല്ല സാമ്യമുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. പിന്നെ ആരോപിച്ചിരിക്കുന്നത് എന്താ 2.5 കോടി അവിടുന്ന് ആരോ തരുമോ എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഇവര് പറയണതാണ്. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുണ്ടാവുമല്ലോ. ഈ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ എങ്ങനെ വന്നാലും ഈ അമ്മയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അമ്മയിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് അക്കൗണ്ട് ത്രൂ ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റിയാണ്. ഈ ചാരിറ്റി അസോസിയേഷനിൽ എവിടുന്ന് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ബൈലോയിലുള്ള നിയമം അനുസരിച്ച് അക്കൗണ്ട് ത്രൂ ആണല്ലോ പൈസ വരുന്നത് എന്ന് പറയുന്നുണ്ട്. ആര് അയച്ചു എന്ന് പറഞ്ഞാലും അപ്പൊ ഈ കമ്മീഷൻ എന്നൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പൊ പരസ്യമായ രഹസ്യമാണ്. അപ്പൊ എത്ര നിങ്ങൾ ഫണ്ട് അയച്ചോ, പക്ഷെ കമ്മീഷൻ ഇങ്ങ് വരണം എന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിക്കാമല്ലോ. അങ്ങനെ സംഭവിച്ച കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ സംഭവിക്കും എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ആ വോയിസുകൾ നേരത്തെ നമുക്ക് ലീക്കായ വോയിസുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അവിടെ എന്തെല്ലാം പരിപാടികൾ നടന്നാലും ഏതെല്ലാം പരിപാടി നടന്നാലും ആര് സ്പോൺസറെ കൊണ്ടുവന്നാലും അതിലൊരു കമ്മീഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ്. എന്നിട്ട് കമ്മീഷൻ കയ്യിൽ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ പൈസ തരാമല്ലോ. എന്നിട്ട് അക്കൗണ്ട് ത്രൂ അമ്മയുടെ അക്കൗണ്ടിലോട്ട് പിന്നെ ബാക്കി പൈസ കിട്ടാൽ മതിയല്ലോ. വേണ്ടി ഫണ്ട് മേടിക്കാമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ബൈലോയിലുള്ള നിയമം അനുസരിച്ചാണ്. അപ്പോൾ ആ നിയമത്തിന് അനുസൃതമായിട്ട് ആര് പൈസ തന്നാലും, ജാതി മതഭേദ ആര് പൈസ തന്നാലും ചാരിറ്റി ആയിട്ട് പൈസ മേടിച്ചിട്ട് നമ്മൾ അംഗങ്ങൾക്കല്ല കൊടുക്കേണ്ടതെന്ന് ബൈലോയിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വയനാടാണെങ്കിലും
ഇത്ര പ്രശ്നങ്ങൾ നടക്കുന്ന വീടും ഇല്ലാതെ വെറുതെ നിലത്ത് കിടന്നുറങ്ങുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്, കേരളത്തിലുണ്ട്. ഈ കേരളത്തിലുള്ള അമ്മയുടെ അംഗങ്ങൾക്ക് കൊടുക്കണ്ട, ഈ പൈസ ചാരിറ്റി ആയിട്ട് ഉപയോഗിച്ചിട്ട് പുറത്ത് കൊടുക്കട്ടെ. അമ്മ എന്നുള്ള പേരിൽ ഒരു 4 വീട് വെച്ച് കൊടുക്കുവോ? ചുരുക്കം പറഞ്ഞാല് ഇപ്പൊ വയനാടിനെയും അങ്ങനെയുള്ള പാവങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞാണ് ഇപ്പം പുതിയ ഡയലോഗുമായിട്ട് വന്നിരിക്കുന്നത്. വയനാട് വീട് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാനും ഒക്കെ എവിടുന്ന് പൈസ വന്നാലെന്താ, BJP-യുടെ ആയാലെന്താ, അല്ലെങ്കിൽ അദാനിയുടെ ആയാലെന്താ, അംബാനിയുടെ ആയാലെന്താ, നമുക്ക് പൈസ വന്നാൽ പോരെ, നമുക്ക് അതെടുത്തിട്ട് നമുക്ക് ചാരിറ്റി പ്രവർത്തനം നടത്താമല്ലോ. ഇപ്പൊ ഈ ചാരിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ ഈ വയനാട് ഫണ്ട്, അങ്ങനെയുള്ള പാവങ്ങളുടെ ഫണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പലരും വിചാരിക്കും അയ്യോ അവർക്ക് സഹായിക്കാൻ വേണ്ടി അല്ലേ എന്ന് വിചാരിക്കും. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ ഒരു ഡയലോഗ് എടുത്ത് മുന്നോട്ട് ഇടുന്നത്. AMM എന്ന് പറയുന്ന സംഘടനയിൽ മാത്രമല്ല, അല്ലാതെ എത്രയോ പേര് ഈ വയനാട്ടിലൊക്കെ വിഷയം വന്നപ്പോൾ എത്രയോ പേര് സഹായിച്ചു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം സഹായിച്ചിട്ടുണ്ട്, ഗവൺമെന്റിന് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ AMM എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും പൈസ കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ പൈസ വരുന്ന സോഴ്സ് കൂടെ അറിയണം എന്ന് ബാക്കിയുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവിടുത്തെ അംഗങ്ങൾക്കാണ് താല്പര്യമുള്ളത്. ആ അംഗങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയണ്ടേ? അല്ലാതെ ഇന്നൊരാൾ കുറച്ച് പൈസ കൊണ്ടുവന്ന് ഇങ്ങ് തരികയാണ്, അതെന്നാ പിന്നെ അത് ചാരിറ്റിക്ക് അങ്ങ് ഉപയോഗിച്ചേക്കാം. ഈ പൈസ വരുന്നത് ആരും തന്നോട്ടെ, അത് അംബാനിയാണെങ്കിലും അദാനിയാണെങ്കിലും ആര് തന്നെന്ന് പറഞ്ഞാലും നമുക്ക് അതെല്ലാം ചാരിറ്റിക്കൊക്കെ ഉപയോഗിച്ച് 4-5 വീടൊക്കെ വെച്ച് കൊടുത്താൽ പോരെ. ഇതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രിയങ്ക ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഗുട്ടൻസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എത്രമാത്രം ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് കമ്പനികൾ പിടിമുറുക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. ഞാൻ ഈ പറയാൻ കാര്യം, ഇതേ ഡയലോഗാണ് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നത്. അത് അക്ഷരം പ്രതി മറക്കാതെ വന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ശ്വേതാ മേനോൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. എന്റെ സാധാരണ ഒരാളെന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയണത്. അങ്ങനെ നിയമപരമായിട്ട് അമ്മയ്ക്ക് ആ പൈസ എടുക്കാം എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും തരാൻ തയ്യാറായാൽ നിയമം അനുസരിച്ച് പൈസ വാങ്ങി ഈ പറഞ്ഞ പോലെ അംഗങ്ങൾ കൊടുക്കുക. അത് പുറത്ത് എത്രയോ ഉണ്ട്, അതെല്ലാം ചെയ്യാൻ നോക്കുക. ഇതിനെ എതിരും പറഞ്ഞ് എന്താണെന്ന് കേൾക്കാനും സമ്മതിക്കാതെ ഒത്തിരി ബഹളവും വെച്ച് നമ്മൾ ഒരു അമ്മ എന്ന് പറഞ്ഞ ഈ പറയുന്ന പ്രിയങ്ക തന്നെയാണ്, ഈ ദുഃഖമുള്ള പ്രിയങ്ക തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടാണ് ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത സമയത്ത് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് അവിടെ സംസാരിച്ചത്. സത്യം മാത്രമേ അപ്പൊ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, കള്ളത്തിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വെളിയിൽ വന്ന ന്യൂസ് മൊത്തവും ഈ പ്രിയങ്ക പറഞ്ഞതിന് എതിരായിരുന്നു. ജിഹാദി എന്ന് വിളിച്ചു, അല്ലെങ്കിൽ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് അൻസിബ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് അതിനകത്തിരുന്ന അംഗങ്ങൾ തന്നെ അത് കൃത്യമായിട്ട് വെളിയിൽ കൊണ്ടുവന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അവിടെ ടിനി ടോമും ഈ പറഞ്ഞ പ്രിയങ്കയും കൂടെ കളിച്ച നാടകം, ആ പത്രസമ്മേളനം കാണുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ആ നാടകം ഞാനൊന്ന് കാണിച്ചു തരാം. ആ ചാനലുകാർ ചോദിച്ചപ്പം അവിടെ ടിനി ടോമും ഈ പറയുന്ന പ്രിയങ്കയും കൂടി കളിച്ച ഒരു ചെറിയ നാടകം നമുക്കൊന്ന് കണ്ടാലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയങ്ക ഇവിടെ ഉണ്ട്. ഞാൻ വന്ന അന്ന് മുതലുള്ള ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കിടന്നുകൊണ്ടിരിക്കുക. എന്നെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും ആരോപണങ്ങൾ, ഇതിപ്പോ കാശ് കൊടുത്തോണ്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചത്. ഞാൻ കാശ് കൊടുത്തിട്ടൊന്നുമില്ല, ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് പിന്നെ മനസ്സിലായി എന്നുള്ളതാണ്. ഇതാണ് അന്ന് കളിച്ച ആ നാടകം. എന്ന് വെച്ചാൽ പ്രിയങ്ക അവിടെ ഇരിക്കുമായിരുന്നു, പിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും വന്നതല്ല, പിന്നെ ഇവിടെ ഇരുന്ന് കൊണ്ട് ഞാൻ അങ്ങ് വിളിച്ചതാ. നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുമെന്ന് നിങ്ങൾ ചെയ്യരുത്. ആരോപണങ്ങളോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഏതെങ്കിലും, അതായത് നമ്മുടെ മെമ്പേഴ്സിന്റെ അടുത്ത് എല്ലാവർക്കും ചോദിക്കണം കേട്ടോ, കമ്മിറ്റി മെമ്പേഴ്സ് അല്ല, അല്ലാത്തവരും. നമസ്കാരം. നിങ്ങളെ ഒരു കാര്യം, നമ്മളിപ്പോ ഇവിടെ വന്നത് അമ്മ അസോസിയേഷന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ടിനി. ഇത്ര നാളുകൊണ്ടും അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി, അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടത് തന്നെ. അങ്ങനെ ഒരു ന്യൂസിന്റെ അടിസ്ഥാനം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ടിനിയെ കുറിച്ച്, ടിനി എന്റെ ഒരു സഹപ്രവർത്തകനാണ്, എന്റെ ഹസ്ബൻഡിന്റെയും കൂടെ ഒരു സഹപ്രവർത്തകനാണ്, ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അവിടെ ടിനി ടോമിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ പ്രിയങ്ക ആദ്യമേ വന്നിരുന്നത്. പക്ഷെ ഇവര് പറഞ്ഞതെല്ലാം എന്താ അതിനകത്ത് പറയുന്നുണ്ട്, ടിനി ടോം ഇതുവരെ ഒരു പെണ്ണുങ്ങളോടും അങ്ങനെ സംസാരിച്ചിട്ടില്ല, അങ്ങനെ ആരോടും ഇടപെട്ടിട്ടില്ല, അങ്ങനെ ഒരാളേ അല്ല, ഞങ്ങൾക്ക് ഉപകാരിയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ വെളിയിൽ 1 2 3 4 നടിമാര് വന്ന് ഇപ്പോൾ പറയാൻ തുടങ്ങി, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ടിനി ടോമിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരം നടന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ വന്ന് പറഞ്ഞില്ലേ. ഈ പറയുന്ന സമൂഹം ഇതെല്ലാം കേട്ടില്ലേ. എന്നിട്ടാണ് പ്രിയങ്ക അടുത്ത വെളുപ്പീരുമായിട്ട് വന്നിരിക്കുന്നത്, ശ്വേതാ മേനോനെ വെളുപ്പിക്കാൻ. അപ്പം ചുരുക്കം പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ കാര്യം. ഈ പറയുന്ന വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പിഷാരടിയുടെ കേസ് കേട്ടിൽ പിഷാരടിയോട് കാണിച്ചിരിക്കുന്നത് ഈ ശ്വേതാ മേനോൻ തന്നെയാണ്. അത് ബീന ആന്റണി തന്നെ അത് പറഞ്ഞു. ബീന ആന്റണിയും അതുപോലുള്ള ഒരുപാട് പേര്, സിനിമ മേഖലയിലും സീരിയൽ മേഖലയിലുള്ള ഒരുപാട് പേര് ഇത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വിശ്വാസവഞ്ചനയാണ് എന്നുള്ളത്. പിഷാരടിയെ ഏത് രീതിയിൽ ബാധിച്ചാലും കുഴപ്പമില്ല, പിഷാരടിയുടെ പിറകിലേക്ക് ഇനി മാധ്യമങ്ങൾ പൊയ്ക്കോളും, ഈ അമ്മയിലെ വിഷയങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം, അങ്ങനെ ഒരു കളി ആരും പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ശ്വേതാ മേനോൻ പിഷാരടിക്കെതിരെ ആ വോയിസ്
പുറത്തു വിട്ടത്. പക്ഷെ എന്ത് സംഭവിച്ചു? പുറത്തു വിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? പിഷാരടിക്ക് വല്ലതും സംഭവിച്ചോ? ഒന്നുമില്ല. ന്യായമായി ശരിക്കും ഇതിനെ നോക്കി കാണുന്നവർക്ക് മനസ്സിലാകും ഇത് അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ, ആ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിച്ചു പോയ പിഷാരടിയുടെ, ശ്വേതാമേനോന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് അങ്ങ് വിശ്വസിച്ചു ഈ പറയുന്ന പിഷാരടി വിശ്വസിച്ച് കഴിയുമ്പോൾ പിഷാരടിക്ക് ഫ്രീ ആയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടായിരിക്കും. പക്ഷേ ആ സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ ശ്വേത പെരുമാറിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാവും. പല ഇതിനും ഉത്തരം പറയാതെ മൂളി ഞാൻ സ്ട്രെയിറ്റ് ആണ്, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിഷാരടിയോട് വലിയ ഒരു സംസാരത്തിന് പോകാതെ പിഷാരടിയുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് വലിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവിടെ നടന്നതെന്ന് ആ വോയിസ് കേൾക്കുന്ന ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതുപോലുള്ള കൂട്ടുകെട്ടുകൾ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ പരസ്പരം സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഈ തെണ്ടിത്തരം ഉണ്ടല്ലോ, ഈ തെണ്ടിത്തരം കാണിക്കുന്ന എല്ലാവരോടും കൂടെയാണ് ഈ പറയുന്നത്. നിങ്ങളെ വിശ്വസിച്ചാണ് ഒരാൾ സംസാരിക്കുന്നത്, അത് റെക്കോർഡ് ചെയ്തിട്ട് ഒരവസരം വരുമ്പോൾ അവർക്കെതിരെ എടുത്ത് പ്രയോഗിക്കുന്ന ഈ നാറിയ പരിപാടി, ആ നാറിയ പരിപാടി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെയും നമുക്കറിയാൻ പറ്റത്തില്ല ആരൊക്കെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്നാലും അങ്ങനെ ചെയ്യുന്നവർ വെറും മോശമായ ഒരു കൂട്ടുകെട്ടാണ് അങ്ങനെയുള്ളവരുടേത് എന്ന് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് പിഷാരയുടെ ഭാഗത്ത് ഇതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. കാരണം ഞാനിപ്പോ പിഷാരടിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷെ അവർ തമ്മിലുള്ള ബോണ്ടിങ്ങിൽ വിശ്വസിച്ച് പിഷാരടി സംസാരിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ അതിൽ വിശ്വാസവഞ്ചന കാണിച്ചത് ഈ ശ്വേതാ മേനോനാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.